ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ ചെയ്തതിൻ്റെ ആ ഒരു ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോസ് ഒഴിവാക്കുന്നത്. പിന്നെ ഈ ഒരു ഔട്ട്ലൈൻ ചെയ്യുന്ന സമയത്ത് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു ഉറപ്പും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ നല്ല സമയമെടുത്താണ് ഈ ഒരു ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു A4 പേപ്പറിൽ നമുക്ക് 2 പേരെ വരയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം 2 സെൻറ്റിമീറ്റർ അടുത്താണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പേസിനുള്ളിൽ നമുക്ക് 2 പേരെയും കൂടെ 2 ഫേസോടെ നമുക്ക് ഒന്നിച്ച് വരയ്ക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നല്ല സമയം എടുത്ത് ചെയ്യാനുള്ളതേ ഉള്ളൂ. കാരണം ഇതിനകത്ത് നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടിട്ടുണ്ട് ഫേസിലൊക്കെ. അപ്പം നമുക്ക് എവിടേക്കാണ് ബുദ്ധിമുട്ട് വരയ്ക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ, ആ ഭാഗത്തൊക്കെ നമ്മൾ ക്രോസ് ആയിട്ട് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് എടുത്തിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഓരോ ഡ്രോയിങ് വീഡിയോസ് കണ്ടു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. എന്നോട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വഴി വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആകാതെ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി, വരച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ട് നിങ്ങൾ അതുപോലെ തന്നെ വരച്ച് പോയാൽ മതി. പിന്നെ ഏതൊക്കെ ഗ്രേഡുള്ള പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു പെൻസിൽ എടുത്തിട്ട് വരച്ചാൽ മതി. പിന്നെ ഷെയ്ഡിങ് നമുക്ക് ആദ്യ സമയത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡ്രോയിങ് പഠിച്ച് വരുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഒന്ന് വരച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയ്ഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം നമ്മൾ ഡയറക്റ്റ് ഒരു ഫേസ് വരച്ചിട്ട് നിങ്ങൾ ഷെയ്ഡിങ് ചെയ്യുന്നേക്കാളും നല്ലത് അതിൻ്റേതായ രീതിക്ക് ആ ഒരു ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നീട് നിങ്ങളൊരു ഫേസ് വരച്ചിട്ട് ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും.